നടിയും മോഡലുമായ ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചെ എന്ന് വിളിക്കപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് നീങ്ങും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഹണി റോസിന്റെ നേരിട്ടുള്ള പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണിത്. കാരണം ഹണി റോസ് എന്ന വ്യക്തി കലാകാരി കൂടിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖമാണ്. അവർ സിനിമയിലും മാത്രമല്ല മോഡലിങ്ങിലും അതേപോലെ പല സ്ഥാപനങ്ങളുടെ ഷോറൂമുകളുടെ ഉദ്ഘാടനത്തിലുമൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കാരെ ക്ഷണിച്ചു വരുത്താൻ കഴിവുള്ള ഒരു നടി എന്ന നിലയിൽ അവരെ പല ചടങ്ങുകളിലേക്ക് പലരും വിളിക്കാറുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചയുടെ ചില ഷോറൂമുകളുടെ ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് ഈ പ്രശ്നങ്ങളിലേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ബോബി ചെമ്മണ്ണൂർ ബോച്ചയെ തന്നെ അത് അഡ്മിറ്റ് ചെയ്തു. തന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ഹണി റോസിനെ ക്ഷണിച്ചിരുന്നു. അവർ വന്നു. ആ ചടങ്ങിൽ താൻ നടത്തിയ ഒരു പരാമർശം വളരെ നിർദോഷമായിട്ടൊരു ഫലിതമായിട്ട് ബിസിനസ് മാർക്കറ്റിംഗ് ഉപയോഗിച്ച് ചെയ്തതാണ് തന്റെ സ്ഥാപനത്തിന്റെ. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും അവർക്കെതിരെ പല കോണുകളിൽ നിന്ന് സാമൂഹിക മാധ്യമത്തിൽ കളിയാക്കലുകൾ വന്നു, അധിക്ഷേപം വന്നു. എനിക്കതിൽ സങ്കടമുണ്ട്, മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ പറയുകയും ഒക്കെ ചെയ്തെങ്കിലും തുടർന്നും പലപ്പോഴും പല കാര്യങ്ങളിൽ പലയിടത്തും ബോബി ചെമ്മണ്ണൂർ വിടാതെ ഹണി റോസിനെ പിന്തുടർന്ന് ഈ ആക്ഷേപങ്ങൾ തുടർന്നു എന്ന് കൂടി അവർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങള് അശ്ലീല ചുവയോടെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുക എന്ന ഗുരുതരമായ ഒരു കുറ്റമാണ് ഇവിടെ പ്രഥമ പരിഗണനയിൽ തന്നെ നമുക്ക് ബോധ്യമാകുന്നത്. ഈ ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിൽ ഹണി റോസിനെ തന്റെ സ്ഥാപനത്തിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് അവിടെ ബോബി ചെമ്മണ്ണൂർ പെരുമാറിയ രീതി, കാരണം ബോബി എന്ന ബോച്ചയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ഫോളോവേഴ്സ്, ആരാധകര് ഒക്കെ ഉള്ള ആളാണ് ബോച്ചയുടെ യൂട്യൂബും മറ്റ് പോസ്റ്റുകളും നോക്കിയാൽ മതി. ധാരാളം പേർ ബോച്ചയെ പിന്തുടരുന്നു, അദ്ദേഹത്തെ ആരാധിക്കുന്നു, ആരാധന പാത്രമായിട്ട് കാണുന്നു. പക്ഷെ അദ്ദേഹം ശരിക്കും ഒരു റോൾ മോഡലാണോ എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. എന്താണ് ഹണി റോസിനെ ചേർത്ത് പിടിച്ചിട്ട് അവര് പങ്കെടുത്ത ഉദ്ഘാടന വേദിയിൽ ബോച്ചെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തെ ഒരു ദ്വയാർത്ഥ പ്രയോഗം, ആ സമീപനത്തിന്റെ രീതി നമുക്ക് മനസ്സിലാവും. നിവർത്തികേട് കൊണ്ട് അവര് അവിടെ വെച്ചൊന്നും പറയാതെ പോയിട്ട് പിന്നാലെ വീണ്ടും പിന്തുടർന്ന് അവരെ പീഡിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. അവിടെ വെച്ച് എന്താ പറഞ്ഞത്? തൽക്കാലം ഹണിയില്ല, ഒരു റോസ് തരാം. അവരുടെ പേര് ഹണി റോസ്. അപ്പൊ ഹണി തേൻ ഇപ്പൊ തരാൻ കയ്യിലില്ല, ഇപ്പൊ തൽക്കാലം ഈ റോസ് പിടിക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ ആ പ്രയോഗം, ഭാഷാപ്രയോഗവും ആ ശാരീരിക ഭാഷയും ബോബി ചെമ്മണ്ണൂരിന്റെ ചലനങ്ങളും അംഗവിക്ഷേപങ്ങളും ഒക്കെ ഒരിക്കലും ഒരു മാന്യമായ രീതിയിലാണെന്ന് പറയാൻ കഴിയത്തില്ല. അവർ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു, ഹണി റോസ് നേരിട്ടു. അന്ന് കേസിനും വഴക്കിനും പോവാതെ അത് മറ്റൊരു കാര്യം, അത് അവരുടെ വ്യക്തിത്വത്തിന്റെ മറ്റൊരു കാര്യമായിട്ട് നമ്മൾ അതിനെ കാണുക. അപ്പൊ ഹണി തൽക്കാലം ഇല്ല, റോസ് തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വേദിയില് അവരുടെ പിൻഭാഗം കൂടി, അവരുടെ ശരീരത്തിന്റെ പിൻഭാഗം കൂടി വേദി സദസ്സിലിരിക്കുന്നവർക്ക് കാണണം എന്ന ഉദ്ദേശത്തിൽ ബോബി ചെമ്മണ്ണൂർ ആ മാല, അവരുടെ കഴുത്തിലെ മാലയുടെ പിൻഭാഗം കൂടി ആൾക്കാരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞൊരു റൗണ്ട് നൃത്തം ചെയ്യിച്ചു, ഒരു ചുറ്റുകറക്കം. ബോച്ചയെ തന്നെ ഹണി റോസിന്റെ കൈക്ക് പിടിച്ചിട്ട് ഒരു ചുറ്റിക്കറക്കം ആ സ്റ്റേജിൽ നടത്തിയിട്ട് ഹണിയുടെ ബാക്ക് വ്യൂ, മാല കാണാനെന്ന വ്യാജേന, മാലയുടെ പിൻഭാഗം കാണാനുള്ള വ്യാജേന ഒരു കറക്കുകൂടി സ്റ്റേജിൽ നടത്തിയിട്ട് തനിക്ക് എങ്ങനെ അത് താൻ മുടക്കിയ കാശ് മുതലാക്കാം ഒരു ബിസിനസ്സുകാരന്റെ അതിരുവിട്ട ചില പെരുമാറ്റങ്ങളുടെ ആ ഉദ്ഘാടന സദസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം പിന്നീട് സംഭവിച്ച കാര്യങ്ങളും മതിയായ ഒരു കേസ് ബോച്ചയ്ക്കെതിരെ എടുക്കാൻ പോലീസിന് ആവശ്യമായ എല്ലാ തെളിവുകളും ഹണി റോസ് ഹാജരാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഈ കേസ് നേരിട്ട് പോലീസിൽ ആദ്യം അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഈ വിഷയത്തില് ഒരു വ്യവസായി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പലയിടത്തും
പലയിടത്തും പിന്നാലെ നടന്ന് ആക്ഷേപിക്കുന്നു. ബോച്ചയുടെ പേര് പറയാതെ അവർ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പൊ കമന്റ് ബോക്സിൽ ബോച്ചയുടെ പേര് വന്ന് നിറഞ്ഞു. ബോബി ചെമ്മണ്ണൂരാണല്ലോ ഇതിലെ കക്ഷി. അങ്ങനെ വന്ന് എല്ലാവരും പേരറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഹണി റോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ കമന്റുകൾ വന്നപ്പോൾ അവർക്കെതിരെ പോലീസ് 27ഓളം പേർക്കെതിരെ കേസെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പൊ പോലീസ് നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മറ്റുള്ളവർ കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടവരെയൊക്കെ പോലീസ് പൊക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അവർ ഒരു നടി, അവർ ഒരു മോഡൽ, അവരൊരു വ്യക്തി. ആ വ്യക്തിക്ക് അവരുടെ വ്യക്തിത്വം സൂക്ഷിക്കേണ്ടുന്ന ഒരു അവകാശം അവർക്കുണ്ട്. ഹണി റോസിനെതിരെ എന്തും പറയാം എന്ന് ഒരു സമൂഹത്തിൽ കുറെ പേര് ചിന്തിക്കുന്നത്, അവരെന്തായിക്കോട്ടെ, അവര് നടിയാണ്, അവര് മോഡലാണ്, അവര് പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, അവരുടെ ശാരീരിക സൗന്ദര്യം അവർക്കുണ്ട്, അത് കാണാൻ ആൾക്കാർ കൂടുന്നു, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഒരാളെ ആക്ഷേപിക്കാനുള്ള ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അവർക്ക് നിയമം അനുവദിക്കുന്ന ഏത് വസ്ത്രവും ധരിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന്റെ പേരിൽ കളിയാക്കാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ്. ഹണി റോസിനെതിരെ മാത്രമല്ല ആർക്കെതിരെയും ഏത് സ്ത്രീക്കെതിരെയും ഇങ്ങനെ പ്രതികരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ കേസും കാര്യങ്ങളും ബോച്ചയുടെ ഈ പോലീസ് കസ്റ്റഡിയും നിയമപരമായ മറ്റ് നടപടികൾ എന്നുകൂടി നമ്മൾ ഇതിനകത്ത് കണക്കാക്കുക. കാരണം നമ്മുടെ സമൂഹത്തില് ഈ ഒളിഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ വന്നിരുന്ന് ആർക്കെതിരെ എന്തും പറയാം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഒരു ശക്തമായ കേസായിട്ട് ഇത് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും ഇങ്ങനെ ഒരു ധീര നടപടിക്ക് പലരും ചെയ്യുക. ഇപ്പൊ ഹണി റോസിനെ പോലെയുള്ള പല സ്ത്രീകളും അല്ലെ നടികളും അല്ലെ മോഡലുകളും ചെയ്യുക. ഈ ആക്ഷേപങ്ങളൊക്കെ സഹിച്ച് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഹണി റോസ് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചതിൽ അവരെ അഭിനന്ദിക്കണം. അവര് ആദ്യം പോലീസ് മേധാവിയെയും അതേപോലെ എറണാകുളം പോലീസ് മേധാവിയെയും സംസ്ഥാന DGP ചുമതലയുള്ള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെയും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നേരിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഈ കേസ് കൊടുത്തത്. മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടും ഹണി റോസ് സംസാരിച്ചു. അതിനുശേഷമാണ് കേസുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ എല്ലാ സുരക്ഷയും എല്ലാ പിന്തുണയും ഹണി റോസിന് ഉറപ്പു നൽകി. അതിന് പിന്നാലെയാണ് മേപ്പാടിയിൽ റിസോർട്ടിൽ നിന്നും ബോച്ചയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത് ഒരു സന്ദേശമാണ്. കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ പോലീസ് സംവിധാനങ്ങള് സ്ത്രീകളുടെ മാന്യത സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നിയമപരമായി തന്നെയുള്ള ഏതറ്റം വരെയും വരെ പോകും. അതിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട, ഒരു ശങ്കയും വേണ്ട, ഒരു സംശയവും വേണ്ട എന്ന് തെളിയിക്കുന്നതാണ് ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. ഇതിന് സമൂഹത്തിന്റെ നാനാതലങ്ങളിൽ നിന്നുള്ള പിന്തുണ വരുന്നുണ്ട്. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പിന്തുണ വന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന AMMAയുടെ പിന്തുണയും സിനിമാ പ്രവർത്തകരുടെ സാങ്കേതിക സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയുടെ പിന്തുണയും ഒക്കെ ഹണി റോസിന് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയത് അവരുടെ ധീരമായ നിലപാടാണ് ഹണി റോസിന്റെ രണ്ടാമത്. ആ ധീരമായ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു പോലീസ് സംവിധാനവും ഒരു ഭരണകൂടവും ഈ നാട്ടിലുണ്ട് എന്നതുകൂടിയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഈ ഘട്ടത്തിൽ ഈ ഒരു കേസിൽ നിന്നും പഠിക്കേണ്ടതാണ്. ഇനി ആരും സ്ത്രീകളെ എന്നല്ല ഒരു വ്യക്തിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ കയറി ഇങ്ങനെ ആക്ഷേപിക്കാൻ പോകരുത്. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് നിയമവിരുദ്ധമാണ്. സ്ത്രീയുടെ വ്യക്തിത്വത്തെ, സ്ത്രീയുടെ അന്തസ്സിനെ അപമാനിക്കുന്ന പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹം നിയമപരമായ നടപടികൾ നേരിട്ടേ പറ്റൂ. അത് ഈ രാജ്യത്തിന്റെ നീതിയാണ്, നിയമമാണ്. അതിന് വിധേയനായേ പറ്റൂ എന്നുള്ളതാണ് ഈ കേസിന്റെ പാഠം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം.